ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പെർസെൻറ്റേജിലെ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നാണ്. പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അതുപയോഗിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ്, അതായത് പോപ്പുലേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നാണ്. എലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ്. ഏതൊരു രാജ്യത്തും എലക്ഷൻ വഴി ആളുകളെ തിരഞ്ഞെടുക്കാറുണ്ട്, അല്ലേ? അതായത് ഇലക്ഷനിൽ നമുക്കറിയാവുന്നതെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പാർട്ടികൾ മത്സരിച്ച് അങ്ങനത്തെ ഇലക്ഷൻ ആയിരിക്കും നമുക്കറിയാവുന്നുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ, അതായത് ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഇലക്ഷൻ നടന്നു എന്നായിരിക്കും പറയാം, അല്ലേ? അപ്പോൾ അതിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ 4 തരത്തിലായിരിക്കും നമുക്ക് എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ 4 തരത്തിൽ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. ഒന്നാമത്തേന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓർ ഡിഫറൻസ്. ഇപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 2 പാർട്ടികൾ തമ്മിൽ മത്സരത്തിന് നിന്നു. അതിൽ ഒരാൾക്ക് 10% വോട്ട് കിട്ടിയെങ്കിൽ മറ്റേ ആൾക്ക് കിട്ടിയ വോട്ട് എത്ര, അല്ലെങ്കിൽ ഇത്ര വോട്ടിൽ എത്ര കിട്ടി എന്നൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരാൾക്കിപ്പം 500 വോട്ട് കിട്ടിയെന്ന് വെച്ചാൽ ടോട്ടൽ വോട്ട് 1000 ആയിരിക്കും. അപ്പം രണ്ടാമത്തെ പാർട്ടിക്ക് കിട്ടിയ വോട്ട് തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് X% ഓഫ് വോട്ട്സ് ഡിഡ് നോട്ട് വോട്ട്. അതായത് നമ്മളിപ്പം ഒരു അടുത്ത് ഇലക്ഷൻ നടക്കുവാണെങ്കിൽ എല്ലാവരും അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ഷൻ വോട്ട് ചെയ്യണമെന്നില്ല, അല്ലേ? കുറച്ച് പേര് വോട്ട് ചെയ്യാണ്ട് കേട്ടോ. അപ്പം ഇത്ര പെർസെൻറ്റേജ്, ഇപ്പം 100% ആയിരിക്കും ഇത് വോട്ടിനുള്ള. അതായത് ഒരു സ്ഥലത്ത് ഇപ്പം 1000 വോട്ടുണ്ടെന്ന് വെച്ചോ, അതിൽ 80% വോട്ട് ചെയ്തു, 20% വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി X% ഓഫ് ഇൻവാലിഡ്. അതായത് ഇപ്പം 100% ഇപ്പോൾ വോട്ടുണ്ടെന്ന് വെച്ചോ, അല്ലേ? അതിൽ 20%ഓളം ഇൻവാലിഡ് എന്ന് പറഞ്ഞിരിക്കും, ബാക്കി 80% ആയിരിക്കും വാലിഡ് ആയിട്ടുള്ള വോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. 2 and 3 എന്ന് പറയുന്നത് X% വോട്ട് ഡിഡ് നോട്ട് വോട്ട്, അല്ലെങ്കിൽ X% ഓഫ് ഇൻവാലിഡ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. First question, in an election between 2 candidates, the one who got 30% votes lost by 800 votes. Find the total number of votes cast in the election. Okay, അതായത് ഒരിടത്ത് ഒരു ഇലക്ഷൻ നടന്നു. അതിൽ രണ്ട് പാർട്ടീസിൽ ഒരാൾക്ക് കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 30%. എത്ര വോട്ട് ലോസ്റ്റ് ചെയ്തു? 800 വോട്ട് ലോസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ നടന്ന ടോട്ടൽ വോട്ട്, അതായത് എത്ര പേര് അവിടെ വോട്ട് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്പർ ടോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 100 അല്ലേ? ഓക്കെ, അതായത് ഒരു സ്ഥലത്ത് ഇപ്പോൾ 1000 വോട്ടുണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് 30% വോട്ട് കിട്ടിയെന്ന് പറയും. അപ്പോൾ 1000 ഇവിടുത്തെ ടോട്ടൽ വോട്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരാൾക്ക് കിട്ടിയ 30% കിട്ടിയെന്ന് പറഞ്ഞോളൂ, അയാൾ 800 വോട്ടിന് ലോസ്റ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 100%, അതായത് ടോട്ടൽ വോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ 100% ആയിട്ട് എടുത്തു. ഓക്കെ, ഇതിൽ എത്ര ശതമാനമാണ് ഒരാൾക്ക് കിട്ടിയത്? 30%, അല്ലേ? മറ്റേ ആൾക്ക് കിട്ടിയത് എത്രയായിരിക്കും? 100ൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ 100 മൈനസ് 30 എന്ന് പറയുന്നത് എത്രയാണ്? 70%, അല്ലേ? അപ്പം ഒരാൾക്ക് കിട്ടിയ വോട്ട് 30% ആണെങ്കിൽ മറ്റേ ആൾക്ക് 70% കിട്ടും. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം 40%, അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 40% വോട്ടാണ് എത്രയായിട്ട് മാറിയ? 800. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് എത്രയാണ്? ടോട്ടൽ നമ്പർ, അതായത് 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾ ക്രോസ് ചെയ്ത് ഗുണിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ 40ഉം 800ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അതായത് എന്തോ ഒന്ന് ചെയ്തപ്പോഴായിരിക്കും ഇവിടെ 40ൽ നിന്ന് 800 മാറിയത്, അല്ലേ? അതെത്രയും നോക്കാം. 40 × 20 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 800 കിട്ടുക. അതേപോലെ 100 × 20 ചെയ്യുക. എത്രയാണ് ആൻസർ? 2000, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 2000 ആണ്. അതായത് ഒരു ഇലക്ഷന് 2 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് കിട്ടിയത് 30% വോട്ട്. 100ൽ 30 ഒരാൾക്ക് കിട്ടിയ 100ൽ 70 ആയിരിക്കും മറ്റേ ആൾക്ക് കിട്ടുക. ഈ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. 40%, അതാണ് അയാൾക്ക് കിട്ടിയത്. 800 വോട്ടാണ് അയാൾക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ടോട്ടൽ വോട്ട്, അതായത് 100% ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, അതിവിടെ എഴുതുക. ഇനി ഇത് തമ്മിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിലും മൾട്ടിപ്ലൈ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട 40-നെ എന്തോ ഒന്ന് ചെയ്തപ്പോഴാണ് 800 മാറി. ഇതും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 40-നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 800 കിട്ടി. അതുപോലെ 100-നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ 100-നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2000 കിട്ടി. Next question. In an election, there are two candidates. 10% of the total voters did not cast their vote. 10% votes polled were invalid. The successful candidate got 60% of the total valid vote and won by a majority of 1620. Then find the total number of votes. അതായത് ഇത് 2 and 3 നേരത്തെ പറഞ്ഞിട്ടുള്ള ഒന്നുകിൽ ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട് അല്ലെങ്കിൽ ഇൻവാലിഡ് ആയിട്ടുള്ള വോട്ട്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. 100% ആണ് എത്രയായിട്ടുള്ള ടോട്ടൽ വോട്ട് അല്ലേ. അതിൽ 10% വോട്ട് എന്തായിട്ട് മാറി? കാൻഡിഡേറ്റ് ഓഫ് ദ വോട്ട് ഡിഡ് നോട്ട് കാസ്റ്റ് ദെയർ വോട്ട്. അപ്പോൾ ഇത് 10% നോട്ട് വോട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് 90% ആണ് അല്ലേ. 90%, 100-ൽ 10% അവർ വോട്ടേ ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി വരുന്നത് 90% വോട്ടാണല്ലോ ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൽ 90% ആണ് അവിടെ വോട്ട് നടന്നിട്ടുണ്ടാവും. അതിൽ 10% എന്തായിട്ട് മാറി? ഇൻവാലിഡ് ആയിട്ട് മാറി. 10% എന്തായിട്ട് മാറി? ഇൻവാലിഡ് ആയിട്ട് മാറി. ഓക്കെ, ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് 90%. അതാണ് എന്ത്? വാലിഡ് വോട്ട് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഇവിടെ ഇങ്ങനെ 10% നമ്മൾ ഇതിന് സബ്ബായിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഇവിടെ 100 തന്നെയാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ 90 എഴുതി 10%. പക്ഷെ നമ്മൾ ഇൻവാലിഡും വാലിഡും ആയിട്ട് എടുക്കുമ്പോഴും നമ്മൾ ഇവിടെ 100 എന്ന് തന്നെ അസ്യൂം ചെയ്തെടുക്കുക. ഇവിടെ നിങ്ങൾക്ക് തെറ്റിക്കരുത്. 10 പോയിട്ട് 80 എന്ന് നിങ്ങൾ എഴുതുക. ഇവിടെ എപ്പോഴും 100 തന്നെ നിങ്ങൾ റിമൈൻഡ് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ 100 തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് 10% ഇൻവാലിഡും 90% എന്തായിട്ട് മാറിയ? വാലിഡ് വോട്ടുമായിട്ട് മാറിയ. ഓക്കെ, polled were invalid. The successful candidate got 60% of the total vote. ഇതിൽ സക്സസ്ഫുൾ കാൻഡിഡേറ്റിന് എത്ര വോട്ട് കിട്ടി? 60% ഓഫ് ടോട്ടൽ വോട്ട് കിട്ടി. ആൻഡ് വൺ ബൈ 1620. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ 100 തന്നെയാണ്. 100-ൽ 60% ജയിച്ച ആൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തോറ്റ ആൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 40% അല്ലേ. ഇനി നമുക്ക് ഇത് നമ്മുടെ ഡിഫറൻസ് നോക്കാം. 20. ഓക്കെ, 20 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 20% ഓഫ് 90% ഓഫ് 90% ഓഫ് ടോട്ടൽ വോട്ട്. ഓക്കെ, ഇവിടുത്തെ വോട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 20% ഓഫ് 90% ഓഫ് 90% ഓഫ് ടോട്ടൽ വോട്ട്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം 20% ഓഫ് 90% ഓഫ് 90% ഓഫ് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1620. ഓക്കെ, നമുക്ക് 20 എങ്ങനെ എഴുതാം? 20-യെ 1/5 എന്ന് എഴുതാം അല്ലേ. പെർസെൻറ്റേജിന് ഫ്രാക്ഷൻ വാല്യൂ ആകുമ്പോൾ 20-യുടെ 1/5 ഇൻറ്റു ഓഫ് വന്നുകൊണ്ട് ഇൻറ്റു കൊടുത്ത്. 90 എങ്ങനെ എഴുതാം? 90-യെ 9/10 എന്ന് എഴുതാം അല്ലേ. ഓഫ് വന്നുകൊണ്ട് ഇൻറ്റു കൊടുത്തു. ഇവിടെ 90 വന്നല്ലോ, 9/10 എന്ന് എഴുതി. ഓക്കെ, ഇനി ടോട്ടൽ വോട്ട് ഈക്വൽ ടു 1620 അല്ലേ. ഓക്കെ, ഇനി ഇത് ഓക്കെ 20%-ന് 1/5 ഇൻറ്റു 9/10 ഇൻറ്റു 9/10 ഇൻറ്റു ടോട്ടൽ വോട്ട് ഈക്വൽസ് 1620 എന്ന് കിട്ടി. ഇനി നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ വന്നിട്ട് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് ഇതെങ്ങനെ ചെയ്യാം? ഈ 90-യും ഇതും കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 180 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 90-യും ഇതും കൂടെ കട്ട് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 20 അല്ലേ ഈക്വൽസ് 10 ഇൻറ്റു 10 100. 5 ഇൻറ്റു 100 ഇൻറ്റു 20
10,000 എന്ന് പറഞ്ഞ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇത് വേറെ ഒന്നുമില്ല, നമുക്കിങ്ങനെ തന്നിട്ടുണ്ട്. ഈ 1620 9 കൊണ്ട് വെട്ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 180 കിട്ടും. വീണ്ടും 9 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് ഇവിടെ 5 ഇൻറ്റു, അതായത് 5 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 20 ഇതെല്ലാം അങ്ങോട്ട് പോകും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ, ടോട്ടൽ എന്ന് പറയുന്നത് ഓക്കെ 1620 ഇൻറ്റു 5 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 9. ഓക്കെ, ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് തന്നെ കിട്ടും. നമ്മളിവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ 10,000 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Next question, in an election there are two candidates. 20% of the total vote were declared invalid and first candidate got 70% of the total valid vote. If the total number of vote is 15,000 ആണ്, 15,000, then find the number of valid vote polled in favor of second candidate. ഓക്കെ, ഇവിടെ നമുക്കറിയാം 15%, 20% ആണ് എത്രയായിട്ട് മാറിയിരിക്കുന്നത്, ടോട്ടൽ വോട്ടിൽ 20% ഇൻവാലിഡ് ആയിട്ട് മാറി. അപ്പോൾ 100% ആണ്. അതിൽ 20% ഇൻവാലിഡ് ആകുമ്പോൾ 20% എന്തായി, ഇൻവാലിഡ് അല്ലേ, ഇൻവാലിഡ് ആയി. അപ്പോൾ ബാക്കി 80% ആണല്ലോ വാലിഡ് വോട്ട് എന്ന് പറയുന്നത് അല്ലേ, മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് എന്ന് പറയുന്നത് 15,000. അതായത് 100-ന് 100% എത്രയാണ്, 15,000 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 15,000. 100-നെ 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 15,000 കിട്ടുക അല്ലേ. അപ്പോൾ 80% ആണ് വാലിഡ് വോട്ട് എന്ന് പറയുന്നത്. 80%-ന് എന്ത് ചെയ്യുക, ഇൻറ്റു 150 ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് 12,000, അതായത് 12,000 നമുക്ക് കിട്ടി. ഓക്കെ, 80-യെ 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12,000 എന്ന് കിട്ടി. ഓക്കെ, നമുക്കിവിടെ വാലിഡ് വോട്ടിൻ്റെ ടോട്ടൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാൻഡിഡേറ്റിന് വാലിഡ് വോട്ടിൻ്റെ, അതായത് 12,000-ൻ്റെ 70% കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മറ്റേ കാൻഡിഡേറ്റിന് വാലിഡ് വോട്ടിൻ്റെ എത്ര ശതമാനം കിട്ടിയിട്ടുണ്ടാവും. 70% ഒരു കാൻഡിഡേറ്റിന് കിട്ടിയാൽ മറ്റേ കാൻഡിഡേറ്റിന് എത്രയായിരിക്കും, 30% അല്ലേ. 30% ഓഫ് സെക്കൻഡ് പേഴ്സണ് 30% കിട്ടി. അതിൻ്റെ 30% എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ 12,000 ആണ് വന്നിരിക്കുന്നത്. 12,000 ഇൻറ്റു 30/100. ഓക്കെ, 3,600 ആണ് ഇവിടുത്തെ സെക്കൻഡ് പേഴ്സണ് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത്. 3,600. ഓക്കെ, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റസ് എഴുതുക. 100% ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ടെന്ന് പറയുന്നത്, അതിൻ്റെ 20% ഇൻവാലിഡ്. അപ്പോൾ നമ്മൾ ഇത് നോക്കേണ്ട കാര്യമില്ല. ബാക്കി 80% വാലിഡ് വോട്ട്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 12,000 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് പേഴ്സണ് ഈ 12,000 എത്ര ശതമാനമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഫസ്റ്റ് കാൻഡിഡേറ്റിന് 70 കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പേഴ്സൺ എത്ര കിട്ടിയിട്ടുണ്ടാവും, 100-ൻ്റെ 30% അല്ലേ. അപ്പോൾ 30% ഓഫ് 12,000 ആണ് ഇവിടെ 3,600 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. There are two candidates in an election in which 20% of the votes were declared invalid and the winner get 56% of the total votes and wins the election with 9,600 votes. So how many votes were cast their vote? Okay, ഇവിടെ ഒരു ഇലക്ഷൻ നടന്നു. അവിടെ 100% ആണ് ടോട്ടൽ വോട്ട്. അതിൻ്റെ 20% എന്തായിട്ട് മാറി, ഇൻവാലിഡ് അല്ലേ. 80% എന്തായിട്ട് മാറി, വാലിഡ് വോട്ടായിട്ട് മാറി. ഇതിൽ ജയിച്ച ആൾക്ക് എത്ര കിട്ടി, വാലിഡ് വോട്ടിൻ്റെ 56% കിട്ടി. അപ്പോൾ തോറ്റ ആൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവും, 24%. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 32% അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോ ഹൗ മെനി വോട്ട്സ് വെയർ കാസ്റ്റ് ദെയർ വോട്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ വോട്ട് എത്രയാണ്, 100% ഇവിടെ എത്രയാണ്, 9,600 അല്ലേ. അപ്പോൾ 32% എത്രയാണ്, 30,000. ഓക്കെ, ഇവിടെ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, 9,600 ഇൻറ്റു 32/100. ഓക്കെ, 96 ഇൻറ്റു 32 എന്ന് പറയുന്നത് 30,000. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസിയാണ്.
ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ് കാണുന്നതായിരിക്കും. ബൈ.